ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അതായത് ഇവർക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കാനുണ്ട്, പക്ഷേ ഒന്നും ചോദിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥ ഒറ്റയ്ക്ക്. ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ കോൺടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇവർ നിങ്ങൾ പറയുന്നത് മാത്രം കേൾക്കും. ഇവരുടെ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയത്തില്ല, എല്ലാം ഹൈഡാക്കി വെക്കും. നിങ്ങൾ എപ്പോഴും റീസെൻറ്റ് പാസ്റ്റിൽ ഇവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അതായത് നമ്മൾ തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്, സോൾ കണക്ഷനുണ്ട്, നമ്മൾ തമ്മിൽ ഒരിക്കലും അകലത്തില്ല, അകന്നാലും നമ്മൾ തമ്മിൽ വീണ്ടും ഒന്നാകുന്നു, നമ്മൾ തമ്മിൽ ഒരു ആത്മീയ ബന്ധം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഇവരോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ആ പറഞ്ഞ സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുകയോ ചിന്തിക്കുകയോ ഒന്നും ചെയ്തില്ല. അവർ മൈൻഡായിട്ട് ഇരുന്നു, നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്കും തോന്നി തുടങ്ങി നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന്. ഇവർക്കും പല കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ ഇവരോട് പറഞ്ഞ പല കാര്യങ്ങളും പിന്നെ അത് സംഭവിക്കുന്നു. അതൊക്കെ ഇവർ റിയലൈസേഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുകയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധം വളരെയധികം പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, സോൾമേറ്റാണ് നിങ്ങൾ തമ്മിൽ ഉള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് എന്ന് ഇവർക്ക് ഒരു അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കഴിഞ്ഞു പോയ സമയത്തൊക്കെ. ഇവരുടെ ഡീപ്പസ്റ്റ് ഫീലിംഗ് നോക്കുകയാണ് എങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഉറങ്ങുമ്പോൾ പോലും നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണുക, ചുമ്മാതിരിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തന്നെ സ്വയം തോന്നി തുടങ്ങി നിങ്ങളുടെ ഇത്രയും ചിന്തകൾ ഇവർക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധമെന്ന് പറയുന്നത് സോൾ കണക്ഷനാണ് എന്ന്. നിങ്ങളുടെ എനർജി പിക്ക് ചെയ്യാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന സമയം ഒരു മൂവ്മെൻറ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഒത്തിരി ട്രാൻസ്ഫോമായി ഈ ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം. കൂടാതെ ഇവരെയും നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്തു. അതായത് നിങ്ങളും മാറി, അതിൻ്റെ കൂടെ തന്നെ ഇവരെയും മാറ്റാൻ ശ്രമിച്ചു നിങ്ങൾ. അപ്പോൾ ഈ ഒരു ബന്ധത്തിൽ വന്നതിന് ശേഷം ഇവർക്കും ആ ഒരു ഫീല് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇവരെ ഒത്തിരി ഇവരുടെ സ്വഭാവത്തിൽ ഒത്തിരി ചേഞ്ചസ് നിങ്ങളാൽ വരുത്തി എന്നുള്ള ആ ഒരു ഫീൽ ഇവർക്കും തോന്നി തുടങ്ങി. ഇവരുടെ ഈഗോ കാരണം പല ആൾക്കാരും ഇവരുമായിട്ടുള്ള ആ ബന്ധം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഇവരെ വളരെ സമാധാനപരമായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്. കൂടാതെ നിങ്ങൾ ഇവർക്ക് റെസ്പെക്റ്റ് കൊടുത്തു. ഇവരുടെ ആ ഒരു മോശ സ്വഭാവത്തെ മനസ്സിലാക്കി അതിൽ ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നുകയാണ് നിങ്ങൾക്കും തിരിച്ച് അതേപോലെ റെസ്പെക്റ്റും സ്നേഹവും കെയറും എല്ലാം തരണം. കാരണം നിങ്ങളാണ് ഇവരുടെ ആ ഒരു സ്വഭാവത്തെ മാറ്റിയെടുത്തത്. ഇവർ വളരെയധികം ടോക്സിക് സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ടുണ്ട്. അതേപോലെ നിങ്ങളും മാറിയിട്ടുണ്ട്. ഇവിടെ ചില തെറ്റുകൾ നിങ്ങളുടെ ഭാഗത്തുനിന്നും ചില തെറ്റുകൾ ഇവരുടെ ഭാഗത്തുനിന്നും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ കുറവുകൾ ഇല്ലാത്ത ആൾക്കാരും തന്നെ ഇല്ല. അപ്പോൾ ഇവർ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ആ ഒരു എന്താണോ തെറ്റ് അതിനെല്ലാം മാറ്റി നിങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് സ്നേഹത്തിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള എല്ലാ പ്രശ്നവും അവസാനിപ്പിച്ച് ക്ലോസ് ആയിട്ട് നിങ്ങളുമായിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവർ. അപ്പോൾ ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് 48 അവേഴ്സിൽ ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 24 അവേഴ്സ് അല്ല ഞാൻ പറയുന്നത്, 48 അവേഴ്സാണ്, 2 ദിവസമാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ ഈ ഒരു ടൈം പീരീഡിൽ ഇമ്മെച്യൂറായിട്ട് ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് തിടുക്കപ്പെട്ട് ഒന്നും ആലോചിച്ച് ചിന്തിക്കാതെ തീരുമാനിക്കാതെ പ്ലാൻ ചെയ്ത് തീരുമാനം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ പേഴ്സൺ സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കും. പക്ഷെ അത് തിടുക്കപ്പെട്ടെടുക്കുന്നതായിരിക്കും. ആ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യേണ്ടതായിട്ടും വരും. പക്ഷേ ആ ഒരു തീരുമാനം ഇവർ ഒട്ടും തന്നെ പ്ലാൻ ചെയ്തോ അങ്ങനെ ഒന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ അത് ചിലപ്പോൾ ഫ്ലോപ്പായി പോകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. കാരണം ഇപ്പോൾ ഇവർ എടുക്കുന്ന ആ ഒരു തീരുമാനം കൊണ്ട് ഭാവിയിൽ ഹേർട്ടാവാൻ പോകുന്നത് ഇവർ തന്നെയാണ്. കാരണം ഒന്നും തന്നെ ആലോചിക്കാതെ തിടുക്കപ്പെട്ടെടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ ഇപ്പോൾ ഇവർക്ക് നല്ലതാണെന്ന് തോന്നുന്നു. പക്ഷെ ഭാവിയിൽ ആ ഒരു തീരുമാനം ആലോചിച്ച് ഇവർ ദുഃഖിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോപ്പായി പോകും തിടുക്കപ്പെട്ട് ഇവർ ഈ ഒരു ടൈം പീരീഡിൽ തീരുമാനം എടുത്താലെന്ന്.
ഇനി നിങ്ങളുടെ പേഴ്സൺ തിടുക്കപ്പെട്ട ഒരു തീരുമാനം എടുത്തിട്ട് അത് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അവരോട് പറയേണ്ടത് ഈ ഒരു ടൈം പീരീഡിൽ ഒരു തീരുമാനം എടുക്കേണ്ട, വളരെയധികം ആലോചിച്ച് പ്ലാൻ ചെയ്ത് മാത്രം നമുക്ക് തീരുമാനം എടുക്കാം എന്നുള്ളത് പറഞ്ഞ് അവരെ ആ ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ നിന്ന് പിന്മാറ്റേണ്ടത് നിങ്ങളാണ്. കാരണം ഇപ്പോൾ ഇവർ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും, പിന്നെ അത് ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കും. അപ്പോൾ അവർ പറയും നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ തീരുമാനമെടുത്തത് എന്ന് ഉള്ള കാര്യം. അപ്പോൾ നിങ്ങളുടെ തല്ലിൽ എല്ലാ തെറ്റും ഇവർ ചുമത്തും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ മാക്സിമം അവരോട് പറയുക ഈ ഒരു ടൈം പീരീഡിൽ ഒരു തീരുമാനം എടുക്കണ്ട എന്ന്. കാരണം ഇവർക്കറിയത്തില്ല ഭാവിയിൽ ആ തീരുമാനം കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും പ്ലാനിങ് വേണം. അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ പ്ലാനിങ് ചെയ്യാതെ തീരുമാനം എടുത്താൽ അതിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കേണ്ടി വരും നിങ്ങൾ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ഡിസിഷൻ നിങ്ങൾക്ക് ഫേവറായിട്ടും ചില ആൾക്കാരുടെ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ പേഴ്സൺ വളരെയധികം തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കും. അത് ഒരു റിജക്ഷൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കുകയാണ്, എനിക്ക് ഈ ബന്ധം തയ്യാറല്ല, ഞാൻ നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള തീരുമാനം ഇവർ എടുക്കും. പിന്നെയാണ് അത് ആലോചിച്ച് ഇവർ വിഷമിക്കുന്നത്, ഞാൻ ആ സമയം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഇവിടെ ഇവർ ഓപ്പണായിട്ട് നിങ്ങളോട് പറയും, എനിക്ക് നിങ്ങളെ ഇപ്പോൾ മാരേജ് ചെയ്യാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിലും നിങ്ങളോട് പെരുമാറത്തായിട്ട് കാണാൻ സാധിക്കും. സഡനായിട്ട് ഇവിടെ ഇവരുടെ പ്രോബ്ലംസ് എന്താണോ, നിങ്ങളെ റിജക്റ്റ് ചെയ്യാൻ ഉള്ള കാരണങ്ങൾ എന്താണോ അത് നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഫാമിലി സമ്മതിക്കാത്തതായിരിക്കാം, ഇല്ല എങ്കിൽ ഇവരുടെ സിറ്റുവേഷൻ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ല എങ്കിൽ ഇവരുടെ സ്റ്റാറ്റസ് വേറെ, നിങ്ങളുടെ സ്റ്റാറ്റസ് വേറെ, എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവും. അത് നിങ്ങളോട് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ വരാൻ പോകുന്ന സമയം ഇവരുടെ മുന്നിൽ 2 വഴികളുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 വഴിയിലും കൂടത്തേക്ക് വേണ്ടി ഒരു ഡിസിഷനാണ് എടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസിഷൻ ഇവർ എടുക്കുന്നത് വളരെ തിടുക്കപ്പെട്ടായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ എന്ത് ഡിസിഷൻ ഈ ഒരു ടൈമിൽ എടുത്താലും വളരെയധികം തിടുക്കപ്പെട്ട് ഒരു ആലോചനയോ ഒരു പ്ലാനിങ്ങോ ഇല്ലാതെ എടുക്കുന്നതായിരിക്കും. ഈ ഒരു ടൈം പീരീഡിൽ ഈ രീതിയിലുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം കൺഫ്യൂഷനിലായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ തിടുക്കപ്പെട്ട് തീരുമാനം എടുക്കുകയും ചെയ്യും. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ടാണ് തീരുമാനം എടുത്തത് എങ്കിൽ ഒരു കുഴപ്പവുമില്ല. പക്ഷേ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ തീരുമാനം എടുത്തത് എങ്കിൽ കുറേ നാൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി എന്താകുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു ഡിസിഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മതി. തേർഡ് പാർട്ടി എന്താകുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ ഒരു ഡിസിഷൻ അക്സെപ്റ്റ് ചെയ്യരുത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.